ഞാനിപ്പോ സുഖമില്ലാതെ കിടക്കുവാണ്. കീമോ കഴിഞ്ഞിട്ട് കിടക്കുവാണ്. അപ്പൊ ഞാൻ 1.5 വർഷം മുന്നേ അതാണ് തെറി വിളിച്ചത്. നീ ഒന്നും ജീവിതത്തിൽ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. നീ എന്തായാലും ആ രേണുവിന്റെ പേരിലാണ് 10 പേര് അറിഞ്ഞു തുടങ്ങിയത്. മനസ്സിലായോ? 10 പേര് അറിഞ്ഞു തുടങ്ങി. നിന്റെ ഈ അഹങ്കാരം കുറയ്ക്കാതെ നീ ഒരു കാലത്ത് എവിടെയും എത്താൻ പോകുന്നില്ല. അമ്മ ഇത് സ്ത്രീകളൊന്ന് ബഹുമാനിക്കാൻ പഠിക്കണം. നിന്റെ വീട്ടിലെ തോന്നുവാസം കാണിക്കുന്നത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എന്റെ ഓണാശംസകൾ. അപ്പം എല്ലാവരും ഓണമൊക്കെ ഉണ്ട്, സദ്യയൊക്കെ കഴിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ എന്റെ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഒരു റിലാക്സിന് വേണ്ടി ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. രേണുസുതി സബ്ജക്റ്റ് ആണ്. ഓണമായിട്ട് ഇമാതിരി ഒരു കോണന്റ് ചെയ്യേണ്ടി വന്നതിൽ വളരെ വിഷമമുണ്ട്. കാരണം എനിക്ക് ഉത്രാട ദിനത്തിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോ തന്നെ എന്റെ ഇൻബോക്സ് നിറച്ചും പരത്തെറി. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. വേറെ ആരെയല്ല, എന്താണ് രേണുസുതിയുടെ പുതിയൊരു ആൽബം എന്താണ്ടോ AI ചിത്രമൊക്കെ വെച്ചിട്ട് എന്നെ കണ്ണേട്ടന്റെ ശ്രീകുട്ടൻ അങ്ങനെ എങ്ങാണ്ടോ ഒരു കോണച്ച ഒരു ആൽബം, പറയാതിരിക്കാൻ വയ്യ. അപ്പം ആ ആൽബത്തിലെ നായകൻ അർഷാദ് പാല നേരത്തെ ഇവിടെ ആത്മഹത്യ ഉണ്ടായിരുന്നു, മറ്റാണ് മറിച്ചാണ് രേണുസുതി എന്താണ് കഴുക്കോലിൽ തൂങ്ങി നിന്നപ്പോഴത്തേക്ക് അവനാണ് അർത്ഥം പോയി രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയേണ്ട ആ വ്യക്തി തന്നെ അർഷാദ് പാല. അവൻ വന്നിട്ട് പരത്തേറി എന്റെ ഇൻബോക്സിൽ വിളിച്ചിട്ടേക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്താണ് ഇപ്പം വിളിച്ച സ്ഥിതിക്ക് ഞാൻ അത്യാവശ്യം പറഞ്ഞു, മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ ഉടനീളം തെറികളാണ്. അപ്പൊ ഈ ഒരു ആൽബം റിലീസ് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോമാണ് അവരുമായിട്ട് ഞാൻ നേരത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് പിന്നെ അതാണ് എന്തോ ക്ഷമിക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പോട്ടെ പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ വൈകുന്നേരം, ഞാൻ ശരിക്കും പോട്ടെ എന്ന് വിചാരിച്ചു, വൈകുന്നേരം ആയപ്പോൾ ഇതുപോലെ തെറിയും കാര്യങ്ങളും എന്താണ് വന്ന് ഇട്ടേക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവൻ എന്താണ് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടൊന്നും ഇല്ല. ഇത് ഞാൻ രാവിലെ കയറി നോക്കിയില്ല. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതൊരു AI ചിത്രമാണ്, രേണുസുതി അറിയാണ്ടാണ് ഇതൊക്കെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാണ് മാടയാണ് കോടയാന്ന് പറഞ്ഞ രേണുസുതി കഴിഞ്ഞ ദിവസം എന്താണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് എന്തായാലും പറയേണ്ടതുണ്ട്. നിങ്ങളും കുറച്ചധികം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എന്തായാലും തിരുവോണ ദിനത്തിൽ തന്നെ ഈ മാതിരി ഒരു കോണ്ടന്റ് ചെയ്യേണ്ടി വന്നതിൽ ക്ഷമിക്കും. ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തായാലും മോശമായിട്ട് എനിക്ക് ഇതിനകത്ത് പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ചിലപ്പോൾ ഞാൻ തേറി പറഞ്ഞിരിക്കും. കാരണം അമ്മാതിരി കടകട്ട വർത്താനമാണ് എന്നോട് ഇവൻ കാണിച്ചത്. അമ്മാതിരി പരിപാടിയാണ് ഇവൻ എന്നോട് പറഞ്ഞത്. അപ്പം ചിലപ്പോൾ എന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടു പോകുമായിരിക്കും. അപ്പം ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എന്താണ് അവരെ ഒഴിവാക്കുക. എന്താണ് നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് കാണുക എന്ന് മാത്രമേ പറയാവുള്ളൂ. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം രേണുസുതി ഇതിനെപ്പറ്റി ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം, രേണുസുതിയാണ്. ഞാനിപ്പോ സുഖമില്ലാതെ കിടക്കുവാണ്. കീമോ കഴിഞ്ഞിട്ട് കിടക്കുവാണ്. അപ്പൊ ഞാൻ 1.5 വർഷം മുന്നേ അഭിനയിച്ച് 2 വർഷം അടുത്തായി അഭിനയിച്ച ഒരു ആൽബം ഈയിടെ റിലീസിന് കൊടുക്കുവാണ്. അതിൽ പോസ്റ്റർ എന്നെ അവിടെ അടിയറ പ്രവർത്തകർ AI വെച്ചിട്ട് നിർമ്മിച്ച ഒരു പോസ്റ്റർ പ്രമോഷൻ വേണ്ടി നിർമ്മിച്ചതാണ് AI വെച്ചിട്ട്. അപ്പൊ ആ പോസ്റ്റർ എനിക്ക് ഇട്ട് തന്നിട്ട് അത് ഇട്ടോട്ടെ വെച്ചു. ഞാനപ്പോ ഈ ഹീറോ എടുത്തതിന് അറിയാലോ, ബോധം ഇല്ലാതെ നടക്കുമായിരുന്നു. ഞാൻ നേരത്തെ കണ്ടില്ല, ആന്ന് വെച്ചോട്ടെ. പക്ഷെ ഞാൻ അറിയില്ലേ സംഭവമല്ല. ഇപ്പൊ അത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ അതിനകത്തില്ല, അങ്ങനെ ഒരു സീനില്ല, അങ്ങനെയിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷെ അതൊരു AI ആണ്. ഞാൻ അടിയറ പ്രവർത്തകരോട് പറഞ്ഞു അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞവരത് റിമൂവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കോ അല്ലെങ്കിൽ എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത ഫോട്ടോയാണ്. ആൽബത്തിനകത്ത് അങ്ങനെ ഒരു സീൻ വരും. നല്ല മനോഹരമായ ആൽബം തന്നെയാണ്. അപ്പൊ രേണുസുതി ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവള് എക്സ്പ്ലനേഷൻ ഇടുന്ന മുമ്പ് ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് റിയാക്ട് ചെയ്യാനോ ഇതെടുത്ത് വെച്ചിട്ട് പറയാനോ ഒന്നും പോയില്ല. ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അന്ന് എനിക്ക് തോന്നുന്നു 18-ാം തീയതി 20-ാം തീയതി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഡേറ്റ് സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ ഡേറ്റ് കിട്ടിയില്ല. അപ്പൊ തന്നെ ആ കമന്റ് ബോക്സ് നിറച്ച് പറയുന്നുണ്ടായിരുന്നു എന്താണ് ആൽബം ഇറക്കാൻ പറ്റിയ സമയം. അപ്പൊ ഞാൻ ഓർത്തേടാ ഇങ്ങനെ ഒരു ആൽബം വരുന്നോണ്ടാണോ ഇനി ഇങ്ങനെ വിവിയയിലും അതുലിനേലും നമ്മളെല്ലാം പിടിച്ചിട്ട് ഒരു കോൺട്രവേഴ്സി ആക്കിയത്. കാരണം ഇപ്പം രേണുസുതി എന്ന് പറഞ്ഞ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം അങ്ങോട്ട് കഴിഞ്ഞോട്ടോ മറ്റവാണ് രേണുസുതിയുടെ ചാനൽ വഴി ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചോട്ടെ ഇത് എന്നാണ് രേണുസുതി ഈ ഇത് ഇട്ടത്, എന്നാണ് ഞാൻ അത് കണ്ടായിരുന്നല്ലോ. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാതെ വിട്ടുപോയി. ഏതാണ്ട് ഒരു 2 പേരും ടൗൽ എടുത്തോണ്ട് നിൽക്കുന്ന ഒരു AI പിക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവളന്ന് പറഞ്ഞ് ഞാൻ കീമോ എടുത്ത് കിടക്കുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര അതിന് ആ ഇടയ്ക്ക് തന്നെയാണല്ലോ വിവിയയിലും ഞങ്ങളെല്ലാം കൂടെ ചൊറിഞ്ഞോണ്ട് തെറിയും പറഞ്ഞോണ്ട് വന്നത്. അപ്പൊ കീമോ ഒന്നും ഇല്ല. അപ്പൊ ഇത് കീമോ എടുത്ത് കിടക്കുവാണോ അല്ലോ എന്ന് ഞാൻ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി, വീഡിയോ ചെയ്യാനൊന്നും അല്ല, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കൊളാബ് ചെയ്ത പേജ് നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ആ റിലീസ് ചെയ്യുന്നത്, ഇവരുടെ ഈ ആൽബം റിലീസ് ചെയ്യുന്നവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഹൈ ബ്രോ ഏത് ഡേറ്റിലാണ് നിങ്ങൾ ഈ AI പിക്ക് ഇട്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ കറക്റ്റ് ആയിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് ഗെയിം എടുത്ത് കിടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് അവര് പബ്ലിക് ആക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പത്തേക്ക് ഇതിന്റെ കൊളാബ് ചെയ്തിട്ട് ഈ അർഷാദ് പാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ശ്രദ്ധിച്ചില്ലടേ. ഞാൻ ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇവർക്കും കൂടെ ഈ അർഷാദ് പാല എന്നുള്ള ഇത് ശ്രദ്ധിക്കാണ്ട് ഇയാൾക്കും കൂടെ മെസ്സേജ് അയച്ചു. അപ്പത്തേക്ക് ഞാൻ ജസ്റ്റ് മെസ്സേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അർഷാദ് പാലയാണ്, ഈ നായകനാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി
എടോ തന്റെയും എന്താണ് രേണുവിന്റെയും ആ ഒരു പിക്കില്ല അത് ഏത് ഡേറ്റിലാണ് എന്ന് ജസ്റ്റ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് മാസ്മരിക മൂവീസ് അവര് ഇത് തന്നു, റിപ്ലൈ തന്നു, എടോ അങ്ങനെയാ മറ്റേ മറിച്ച എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ബ്രോ ശരി എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും എന്നിട്ട് ഈ കേസ് വിട്ട് കളഞ്ഞാണ്. എന്നിട്ട് ഇവന് പിറ്റേ ദിവസം എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ ഈ കേസ് വിട്ട് കളഞ്ഞോണ്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല. ഇവൻ അത് കഴിഞ്ഞിട്ട് ഉത്രാടത്തിന് അന്ന് രാവിലെ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് പരത്തെറി, ഞാൻ ഈ സൈഡിൽ വെക്കാം, അപ്പൊ ഒരു പരത്തെറി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിലെ സ്വഭാവമായിട്ട് എന്റെ അടുത്തോട്ട് വരരുത്, നീ വീട്ടിൽ പെരുമാറുന്ന പോലെ അതാക്കരുത്. പിന്നെ ഇവ വീണ്ടും 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 തെറികൾ മാത്രം അയക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉത്രാടത്തിന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്താണ് ഇവന് ആ ഇവരുടെ ആൽബത്തിന്റെ ലിങ്ക് കണ്ടിട്ട് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പകല് മൊത്തം പരത്തെറി വിളിച്ചിട്ട് നല്ല കൊള്ളാം, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വ്ളോഗേഴ്സിനെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാനിയോട് പറഞ്ഞു, മനു ചേട്ടനോട് പറഞ്ഞു, അതുലിനോട് പറഞ്ഞു, എടാ ഇതുപോലെ ഇവന്മാര് തെറി വിളിക്കുക, ചുമ്മാ ആവശ്യമില്ലാതെ തെറി വിളിക്കുക. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും തെറി വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു തക്കതായ കാരണം വേണം. ഇതൊന്നുമില്ലാണ്ട് ചുമ്മാ വന്നിട്ട് തെറി വിളിക്കുന്നത് എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് ഇവന്റെയൊക്കെ സംസ്കാരം. പിന്നെ രേണുവിലോട്ട് വരുവാണെങ്കിൽ, രേണു അത് അറിയാണ്ടാണ് കീമോ എടുത്ത് കടന്ന പേയ ഉള്ളതാണ്. അപ്പൊ രേണുവിന് പറ്റത്തില്ലെങ്കിൽ രേണുവിന്റെ ചേച്ചിയെ കൊണ്ട് എങ്ങാനും ഒക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ട് ഇത് കൊള്ളാമോ പിക്കിടാമോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടിയിടാൻ. അപ്പൊ ഇതൊന്നും അല്ല, രേണു അന്ന് സമ്മതിച്ചതാണ്. ഈ ഇട്ടോളാൻ പറഞ്ഞ് സമ്മതിച്ചത്. അപ്പം എന്താണ് നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് കമന്റ് ബോക്സ് മുഴുവൻ രേണുവിനെതിരെ പൂരപ്പാട്ട് പറഞ്ഞപ്പോഴത്തേക്ക് രേണു മലക്കം മറിഞ്ഞതാണ്. അതാണ് പുതപ്പും പുതച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കിട്ടത്. രേണു പണ്ടേ ഉടായ്പാണ്, ഇപ്പോഴും ഈ ഉടായ്പ് നീണ്ടു പോകുന്നു, അത്രേ ഉള്ളൂ. എല്ലാം കൂടെ രേണുവിനെ എന്താണ് അനുനയിപ്പിച്ച് എന്താണ് ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇത് അല്ലേ ജസ്റ്റ് അല്ലേ ഇതൊരു പ്രൊമോഷൻ ആക്കി ഇട്ടോട്ടെ. അവന്മാര് മനഃപൂർവ്വം ഇട്ടാണ്, കാരണം ഇങ്ങനെ ഒരു പിക്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പൊ അവളെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കി വെച്ചിട്ട് ഇതുപോലെ പരിപാടി കാണിച്ചു കഴിഞ്ഞിട്ട് തെറി വന്നപ്പോ മൊത്തം രേണുവിന്റെ പെടലിക്ക് മാത്രം. അപ്പൊ രേണു അങ്ങനെ എല്ലാം കൂടി ഇവന്റെ തലയിലോട്ട് ചാർത്തി വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പൊ ഇങ്ങനെ ഒരു എയുടെ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ ഇതുപോലെ തെറി എന്നേലും വിളിച്ചു. നമ്മളിതൊന്നും ഞാൻ അത്രയും പിന്നെ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ അത് അവിടെ കൊണ്ട് വിട്ടതാണ്. എന്താണ് മോനെ പാല അൻഷാദ്, നീ ഇമാതിരി ഒരു എന്താണ് തക്കാളിക്ക് ഉണ്ടായവനാണെന്ന് നമുക്ക് നല്ല ബോധമുണ്ടായി. എന്താണ് നേരെ ചൊവ്വയൊന്നും ഉണ്ടായിട്ടുള്ളതൊന്നും അല്ല. ഒരേ സമയം എത്ര പേര് കയറ്റി വെച്ചിട്ട് ഉണ്ടായതാണെന്നും ഇതിനകത്തൊന്നും വ്യക്തമാണ്. സയന്റിഫിക്കലി പോസിബിൾ അല്ലെങ്കിലും ഇവന്റെ കാര്യത്തിൽ അത് ഏതാണ്ട് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും നീ ഒന്നും ഇതുകൊണ്ട് ഈ ഒരു ചുമ്മാ ഇരിക്കുന്ന ഒരു പെണ്ണിനെ ഇതുമാത്രം എന്താണ് തെറി വിളിച്ചത്. നീ ഒന്നും ജീവിതത്തിൽ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. നീ എന്തായാലും ആ രേണുവിന്റെ പേരിലാണ് 10 പേര് അറിഞ്ഞു തുടങ്ങിയത്. മനസ്സിലായോ? 10 പേര് അറിഞ്ഞു തുടങ്ങി. നിന്റെ ഈ അഹങ്കാരം കുറയ്ക്കാതെ നീ ഒരു കാലത്ത് എവിടെയും എത്താൻ പോകുന്നില്ല. അമ്മതി സ്ത്രീകളെ ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കണം. ബഹുമാനം നിന്റെ വീട്ടിലെ തോന്നിവാസം കാണിക്കണം. നിന്റെ വീട്ടിൽ കാണുമായിരിക്കും അമ്മതി കടകെട്ട് നടക്കുന്ന ഈ തക്കാളിക്കുണ്ടായ മക്കള് കാണുമായിരിക്കും. അതുപോലെ ആയിരിക്കും നീ ആ ഒരു ഐറ്റമാണ്. പക്ഷെ ആ കൂട്ടത്തിൽ എന്നെ നീ നോക്കണ്ട. അപ്പൊ നീ പറഞ്ഞ രീതിയിൽ എനിക്ക് മറുപടി പറയാൻ അറിയാൻ വേണ്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ പറയത്തില്ല. ഇത് തന്നെ പറഞ്ഞത് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. കാരണം അമ്മാതിരി നിങ്ങൾ നോക്കൂ, അമ്മാതിരി രീതിയിലുള്ള ഒരു തെറിയാണ്. നമ്മൾ കൊണ്ട് നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത സൈസ് തെറിയാണ് ഈ ഒരു മലരൻ എനിക്ക് അയച്ചത്. അവന് അമ്മയും പെങ്ങളും ഉണ്ടോ? അമ്മയും പെങ്ങളും പെണ്ണുമ്പിളയും ഉണ്ടോ? എനിക്കറിയത്തില്ല. ഇവന് പെണ്ണുമ്പിളയും പിടക്കൊടി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇവന്റെ ഒക്കെ കൂടെ എത്ര നാൾ ജീവിക്കും അറിയത്തില്ല. ഇമാതിരി ഇതല്ലേ പടച്ചു വിടുന്നത്. അപ്പം എന്തൊക്കെയായാലും ഇതൊക്കെയാണ് വിഷയങ്ങൾ. അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഈ ആൽബത്തിനും കാര്യത്തിനും ഓടാൻ കിട്ടത്തില്ലടാ. ഇതുമാതിരി ഒരു വൃത്തിയുടെ മൈൻഡ് സെറ്റുമായിട്ട് നിൽക്കുന്ന നിനക്കൊന്നും ജീവിതത്തിൽ പച്ച പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്താണ് ലക്കിന് വല്ലതും പച്ച പിടിച്ചെന്ന് പറയും. പക്ഷെ അഹങ്കാരം മോനെ കുറച്ചൊന്ന് നീ ഒതുങ്ങ്, കുറച്ചടങ്ങ്. നീ ആ രേണുവിന്റെ വാലും തുമ്പും പിടിച്ചിട്ട് അതിന്റെ രേണുവിന്റെ ബാനറിൽ വന്നതല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ എന്താണ് രേണു ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നീ ഒരു നാടകം അവള് തന്നെ വന്ന് പറഞ്ഞല്ലോ നീന്റെ നാടകമാണ് മറ്റാണ്. നീ എന്തൊക്കെയാണ് വാഴക്കോല പഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്റെ മോളിൽ തൂക്കിയ പോലെയാണ് രേണു കയറിട്ട് തൂങ്ങിയെന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പൊ എന്താണേലും ഇതൊക്കെയാണ് അവസ്ഥകൾ. എനിക്ക് ഓണനാളിൽ തന്നെ ഇമാതിരി ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ വളരെയധികം വിഷമമുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ബൈ.